സ്നേഹമുള്ളവരെ, ദാമ്പത്യം വിവേകത്തോടെ ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഒന്നാണ്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചേർന്ന ഇണയായിരിക്കണം. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷൻ്റെ പകുതിയായിട്ടാണ്, സഹയാത്രിയായിട്ടാണ്, ചേർന്ന ഇണയായിട്ടാണ്. ചേരാത്തതെല്ലാം എടുത്തു കളയണം, ചേർന്നതെല്ലാം ചേർത്ത് വെക്കണം. അവിടെയാണ് ചേർന്ന ഇണയായിട്ട് മാറുക. ചേരാത്തത് വലുതുകൊണ്ട് ദൂരെ കളയണം. ചേർന്ന ഇണ, ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ചേർന്ന ഇണ, ഭാര്യയ്ക്ക് ഒരു നൊമ്പരം വരുമ്പോൾ അടുത്തിരുന്ന് സാന്ത്വനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ ചേർന്ന ഇണ. കുത്തുവാക്കില്ല, പരസ്പര ആരോപണമില്ല, ചേർന്ന ഇണ. ഭർത്താവ് എന്ത് കാര്യം ചെയ്താലും നന്മയുടെ കാര്യമാണോ പൂർണ്ണ സപ്പോർട്ടോട് ഭാര്യ. ഭാര്യ എന്ത് ചെയ്താലും പൂർണ്ണ സപ്പോർട്ടോട് ഭർത്താവ്. ഞാൻ ചെറുതായി പോയെന്ന് ഓർക്കല്ലേ, ഞാൻ കൊച്ചായി പോയെന്ന് ഓർക്കല്ലേ. കൂടെ ഇരിക്കുക, ചേർന്ന ഇണയായിരിക്കുക. ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്ന പോലെ. ഉദാഹരണം, ഭർത്താവ് ചിലപ്പോൾ അപ്പനെ പോലെ കോപിക്കും ഭാര്യയോട്. അങ്ങനെ കോപിക്കുമ്പോൾ അമ്മയുടെ രീതിയിൽ തരതല പറയല്ലേ. ഭർത്താവ് അപ്പൻ്റെ റോളിൽ കോപിക്കുമ്പോൾ ഭാര്യ മകളെപ്പോലെ വിളയാൻ പഠിക്കണം, മകളെപ്പോലെ തിരുത്തൽ സ്വീകരിക്കണം, മകളെപ്പോലെ അടുത്ത് നിൽക്കണം. ഭാര്യ ചിലപ്പം അമ്മയെപ്പോലെ കെട്ടിയവനെ ശാസിക്കാം. എന്നെ പഠിപ്പിക്കാൻ നീ ആരാടി എന്ന് ചോദിക്കല്ല്. അമ്മ അങ്ങനെ തിരുത്തുമ്പോൾ ഒരു മോൻ അമ്മയോട് വഴങ്ങുന്ന പോലെ, ഒരു മോൻ അമ്മയോട് വിധേയത്വം കാണിക്കുന്ന പോലെ ഭർത്താവ് വഴങ്ങണം, വിധേയത്വം കാണിക്കണം. അവിടെയാണ് ചേർന്ന ഇണ. ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചതുപോലെ പറഞ്ഞോ, ജീവിതത്തിൽ വെള്ളിൽ വീഴും. ഭാര്യ പറയുന്നത് അതുപോലെ ഭർത്താവ് പ്രതികരിച്ചോ, വെള്ളിൽ വീഴും. ചില സമയങ്ങളിൽ ചുമ്മാ മൗനം പാലിക്കുക, വഴിമാറി പോവുക, ഒറ്റയ്ക്ക് പോയി ഇരിക്കുക. അതാണ് ചേർന്ന ഇണ. മൂഡ് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഭർത്താവിന് കോപമാണോ, ആ സമയം മറുപടി പറയാതെ മുറിയിലേക്ക് വലിയുക. ഭാര്യയ്ക്ക് ക്ഷോഭമാണോ, ഒന്നും പറയാതെ മൊബൈൽ ഫോൺ എടുത്ത് അകത്തകളിലേക്ക് വലിയുക. അങ്ങനെ വലിയുമ്പോഴാണ് ചേർന്ന ഇണ. ഇപ്പം ചില കുറിച്ച് പറയുമല്ലോ, എന്തോ ഒരു ചേർച്ചയാണ് അവർ തമ്മിൽ. അപ്പം ശരീരത്തിൽ പൊക്കത്തിൽ ചേർച്ച, വണ്ണത്തിൽ ചേർച്ച, ചിന്തകളിൽ ചേർച്ച, പണം ചിലവാക്കുന്ന കാര്യങ്ങളിൽ ചേർച്ച, എല്ലായിടത്തും ഒരു ചേർച്ച വേണം. അങ്ങനെ ചേർച്ചയുണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റൂ. ഇവിടെയാണ് ചേർന്ന ഇണയായിരിക്കണം. പുറകോട്ട് തിരിഞ്ഞു നോക്കണം. സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ചില പ്രവൃത്തികൾ കൊണ്ടോ ചേരാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്തെങ്കിൽ അവിടെ കുടുംബ ബന്ധം അഴിയാൻ തുടങ്ങും. കണ്ണടച്ച് പോട്ടേന്ന് വെച്ച് വിട്ടുവീഴ്ചയോടെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ബന്ധത്തിൻ്റെ കണ്ണികൾ ബലപ്പെടും. ഒരുപക്ഷെ പഠിത്തവും അറിവുണ്ടെങ്കിലും വിവാഹത്തിൽ ഒരു കല പോലെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പറയും മാരീഡ് ലൈഫ് ഈസ് ആൻ ആർട്ട്. വിവാഹ ജീവിതം ഒരു കലയാണ്. നോക്കിയും കണ്ടും ജീവിക്കുന്ന കല. ഇതാണ് ചേർന്ന ഇണ. അപ്പനും അമ്മയ്ക്കുള്ളത് അതുപോലെ കൊടുക്കുന്നു, ഭാര്യയ്ക്കുള്ളത് ഭർത്താവിനുള്ളത് അതുപോലെ കൊടുക്കുന്നു, മക്കൾക്കുള്ളത് അതുപോലെ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് കടന്നു പോകുമ്പോൾ ചേർന്ന ഇണ. അവിടെ പരിഭവമില്ല, അവിടെ പരാതിയില്ല. എല്ലാറ്റിലും ഒരു മനസ്സിൻ്റെ ഐക്യമുണ്ട്, ഒന്നിപ്പിൻ്റെ ബലമുണ്ട്. അങ്ങനെ ജീവിക്കാൻ എല്ലാ ദമ്പതിമാർക്കും കഴിയട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.